നമസ്കാരം. ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം വേണ്ടെന്ന് സർക്കാർ. നാളെ ഹൈക്കോടതിയിൽ നിലപാട് അറിയിക്കും. പോലീസ് അന്വേഷണം ശരിയായ ദിശയിലെന്ന് സർക്കാർ വിശദീകരണം. പള്ളിത്തർക്കം തീർക്കാൻ വിട്ടുവീഴ്ചയ്ക്ക് സന്നദ്ധമായി ഓർത്തഡോക്സ് സഭ. ചില പള്ളികളിലെ അവകാശവാദത്തിൽ നിന്ന് പിന്നാക്കം പോകാൻ ആലോചന. തെറ്റും കുറ്റവും മറന്നൊന്നിക്കണമെന്ന് വിശ്വാസികളോട് ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ. വിവാദം ഒന്നടങ്ങിയപ്പോൾ ആത്മകഥ പുറത്തിറക്കാൻ തയ്യാറെടുത്ത് EP ജയരാജൻ. ഈ മാസം തന്നെ 1ാം ഭാഗം തയ്യാറാകും. പാർട്ടിയുടെ അനുമതി കിട്ടിയാലുടൻ പ്രസിദ്ധീകരിക്കുമെന്ന് EP ജയരാജൻ. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ ഭിന്നശേഷിക്കാരനെ SFIക്കാർ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. മർദ്ദനത്തിനിരയായതും SFI പ്രവർത്തകൻ. സംഭവമുണ്ടായത് ഈ മാസം 2-ാം തീയതി. സ്മാർട്ട് സിറ്റിയിൽ നിന്ന് ടീകോമിനെ ഒഴിവാക്കാൻ നഷ്ടപരിഹാരം നൽകുന്നതിൽ ദുരൂഹത. ടീകോമിന്റെ വീഴ്ചയ്ക്ക് സർക്കാർ നഷ്ടം നികത്തുന്നത് എന്തിനെന്ന് പ്രതിപക്ഷം. പദ്ധതി പരാജയപ്പെടാനുള്ള കാരണം സർക്കാർ വിശദീകരിക്കണമെന്ന് VD സതീശൻ. പദ്ധതി ഉപേക്ഷിക്കുകയല്ലെന്ന് മന്ത്രി P രാജീവ്. മഹാരാഷ്ട്രയിൽ മുഖ്യമന്ത്രിയായി ദേവേന്ദ്ര ഫഡ്നാവിസിന്റെ സത്യപ്രതിജ്ഞ 5:30. അനുനയ ശ്രമങ്ങൾക്ക് വഴങ്ങിയ ഏക്നാഥ് ഷിൻഡെ അജിത് പവാറിനൊപ്പം ഉപമുഖ്യമന്ത്രിയാകും. തർക്കം തീരാതെ വകുപ്പ് വിഭജനം. സിൽവർ ലൈനിന് ജീവൻ പകരാൻ റെയിൽവേയുമായി ചർച്ച നടത്തി കേരയിൽ. DPR മാറ്റുന്നത് ചർച്ചയിൽ വിഷയമായി. പോസിറ്റീവായിരുന്നുവെന്ന് കേരയിൽ MD. കേന്ദ്രാനുമതി ലഭിച്ചാലും സിൽവർ ലൈൻ സമ്മതിക്കില്ല എന്ന് VD സതീശൻ. പ്രതിഷേധം തുടങ്ങി കേരയിൽ വിരുദ്ധ സമിതി. തൃശൂർ പാലപ്പിള്ളിയിൽ മാലിന്യക്കുഴിയിൽ വീണ കാട്ടാന ചരിഞ്ഞു. വീട്ടുവളപ്പിലെ കുഴിയിൽ കുട്ടിയാനയെ കണ്ടത് രാവിലെ 8-ന്. രക്ഷപ്പെടുത്തുന്നതിനിടയിൽ ആനയുടെ അനക്കം നിലച്ചു. വീഴ്ചയിൽ ഗുരുതര പരിക്കേറ്റെന്ന് വനം വകുപ്പ്. കാസർകോട്ടെ പ്രവാസി വ്യവസായി അബ്ദുൾ ഗഫൂറിന്റെ മരണം കൊലപാതകം. മന്ത്രവാദിനിയായ യുവതിക്കും കൂട്ടാളികളും അറസ്റ്റിൽ. മന്ത്രവാദത്തിലൂടെ തട്ടിയെടുത്ത 600 പവൻ സ്വർണം തിരികെ ചോദിച്ചതിന് കൊലപ്പെടുത്തിയെന്ന് പോലീസ്. കൊല നടന്നത് കഴിഞ്ഞ വർഷം ഏപ്രിൽ. സന്നിധാനത്തേക്ക് അയ്യപ്പന്മാരുടെ ഒഴുക്ക്. 3 ആഴ്ച 15 ലക്ഷം തീർത്ഥാടകർ എത്തിയത് ഇതാദ്യം. പമ്പ മുതൽ സന്നിധാനം വരെ പ്രത്യേക നിയന്ത്രണമില്ല. വാർത്തയിലേക്ക് വിശദമായി. ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണത്തെ എതിർത്ത് സർക്കാർ. കേസിൽ CBI അന്വേഷണം ആവശ്യമില്ലെന്ന് സർക്കാർ ഹൈക്കോടതിയെ അറിയിക്കും. പോലീസ് അന്വേഷണത്തിൽ പാളിച്ചകളില്ല. കുടുംബത്തിന്റെ ആശങ്കകളും പരിശോധിക്കും. കൊലപാതകമെന്ന ആരോപണത്തിലും അന്വേഷണം നടത്തുമെന്നും സർക്കാർ കോടതിയെ അറിയിക്കും. നവീൻ ബാബുവിന്റെ ഭാര്യ നൽകിയ ഹർജി നാളെ പരിഗണിക്കാനിരിക്കെയാണ് സർക്കാർ നിലപാട് അറിയിക്കുന്നത്. ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യമില്ല. ഇപ്പോഴത്തെ അന്വേഷണം ശരിയായ ദിശയിലാണ്. അതിൽ പാളിച്ചകളില്ല. അതുകൊണ്ട് തന്നെ CBI അന്വേഷണം ആവശ്യമില്ല എന്നതാണ് സർക്കാരിന്റെ ന്യായം. കുടുംബത്തിന്റെ ആശങ്കകൾ പരിശോധിക്കും. കൊലപാതകമെന്ന ആരോപണം കുടുംബം ഉന്നയിച്ചിരുന്നു. അക്കാര്യങ്ങളിലും അന്വേഷണം ഉണ്ടാകും എന്ന് കോടതിയെ അറിയിക്കുകയാണ് സർക്കാർ. പള്ളിത്തർക്ക കേസിൽ ഓർത്തഡോക്സ് സഭ വിട്ടുവീഴ്ചയ്ക്കെന്ന് സൂചന. കുറ്റവും കുറവുകളും മറക്കണമെന്ന് ഓർത്തഡോക്സ് സഭ അധ്യക്ഷൻ ബസേലിയോസ് മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ. പെരുമ്പാവൂരിൽ നടന്ന മലങ്കര വർഗീസ് അനുസ്മരണ യോഗത്തിലാണ് കാതോലിക്ക ബാവയുടെ ആഹ്വാനം. സഭാ തർക്കക്കേസിൽ ഓർത്തഡോക്സ് സഭയ്ക്ക് അനുകൂലമായ കോടതി വിധി നടപ്പാക്കാനിരിക്കെയാണ് സഭാ അധ്യക്ഷന്റെ പുതിയ നിലപാട്. മലങ്കര സഭാമക്കൾക്ക് ഭൂഷണമല്ല. അങ്ങനെയുള്ള സഭാമക്കൾ ആ സത്യം തിരിച്ചറിഞ്ഞ് കുറവുകളും കുറ്റങ്ങളുമൊക്കെ ആർക്കും വരാം,
അതൊക്കെ ഓരോ കാലഘട്ടത്തിൽ വൈകാരികമായ ചില അനുഭവങ്ങൾ കൂടി കടന്നു പോകാം. പക്ഷേ അതെല്ലാം തിരിച്ചറിഞ്ഞ് സമാധാനത്തിനും സന്തോഷത്തിനും സഭയുടെ ഐക്യതയ്ക്കും വേണ്ടി നിലകൊള്ളുവാൻ എല്ലാവരും തയ്യാറാകണം. അങ്ങനെയാണ് സഭയിൽ ശാശ്വതമായ സമാധാനം ഉണ്ടാകുന്നത്. അതിനെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും അത് ഉൾക്കൊള്ളുവാൻ തയ്യാറാകണം. അപ്രകാരമാണ് സഭയ്ക്ക് വളരുവാൻ സാധിക്കുന്നത്. നാം ഒരുമിച്ച് നിൽക്കുമ്പോൾ വലിയൊരു ശക്തിയായി വലിയ ഒരു സഭയായി വളരുവാനും മാർത്തോമാ ശ്ലീഹ നമ്മെ ഏൽപ്പിച്ച ക്രിസ്തീയ ദൗത്യങ്ങൾ ശരിയാവണ്ണം ഈ ഭാരതത്തിൽ നിർവഹിക്കുവാനും നമുക്ക് സാധിക്കും. അതിനുള്ളതായ നല്ല നാളെ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ടോം കുര്യാക്കോസ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. ടോം, ഈ സഭാ തർക്കത്തിൽ, നിയമ പോരാട്ടത്തിൽ കോടതി എപ്പോഴും ഓർത്തഡോക്സ് സഭയ്ക്കൊപ്പമായിരുന്നു. അത് കഴിഞ്ഞ ദിവസങ്ങളിൽ കോടതി ആവർത്തിച്ചുറപ്പിക്കുക കൂടി ചെയ്തതാണ്. ആ സാഹചര്യത്തിൽ ഇപ്പോൾ ഓർത്തഡോക്സ് സഭ ഇങ്ങനെയൊരു പിന്നോട്ട് പോക്ക് ഇതുവരെ നടത്തി വന്ന നിയമ പോരാട്ടത്തിലും നിലപാടിലും കാണിക്കുന്നത് എന്തിന്റെ സൂചനയാണ്? രേണുക, പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന യാക്കോബായ ഓർത്തഡോക്സ് സഭകൾ തമ്മിലുള്ള ഈ പള്ളിത്തർക്കത്തിൽ ഒരു സമാധാനത്തിന് ആഹ്വാനം ചെയ്യുകയാണ്, അതിന് ഐക്യത്തിന് ആഹ്വാനം ചെയ്യുകയാണ് ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷനായിട്ടുള്ള ബസേലിയസ് മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാബ. അതായത് ഒരു സമാധാനത്തിന് ആഹ്വാനം ചെയ്യുന്നു പറയുമ്പോൾ സമവായ സാധ്യതയാണ് അദ്ദേഹം തുറന്നിടുന്നത്. നമുക്കറിയാം, നിരവധി പള്ളികൾ, ഈ സഭാ തർക്കത്തെ തുടർന്ന് നിരവധി പള്ളികൾ ഓർത്തഡോക്സ് സഭയ്ക്ക് അനുകൂലമായി കോടതിയിൽ നിന്ന് വിധി വരികയും ഈ പള്ളികളൊക്കെ ഓർത്തഡോക്സ് സഭയ്ക്ക് ലഭിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ 2 ദിവസം മുൻപാണ് സുപ്രീം കോടതി യാക്കോബായ സഭയുടെ കൈവശമുള്ള 6 പള്ളികൾ ഓർത്തഡോക്സ് സഭയ്ക്ക് വിട്ടു നൽകണം എന്ന് സുപ്രീം കോടതിയുടെ വിധി ഉണ്ടായത്. അതായത് ഈ പള്ളികളുടെ കാര്യത്തിൽ സുപ്രീം കോടതിയിൽ സംസ്ഥാന സർക്കാർ ബോധിപ്പിച്ച കാര്യം, ഈ പ്രശ്നത്തിൽ ഉടനടി ഒരു തീരുമാനം ഉണ്ടാക്കാൻ കഴിയില്ല, കാരണം അത് ക്രമസമാധാന പ്രശ്നമുണ്ടാകും. അതുകൊണ്ട് തന്നെ വിധി നടപ്പാക്കാൻ സാവകാശം വേണമെന്ന നിലപാട് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചിരുന്നു. എന്നാൽ സുപ്രീം കോടതി സംസ്ഥാന സർക്കാരിൻ്റെ വാദങ്ങൾ പൂർണ്ണമായും തള്ളുകയും ഓർത്തഡോക്സ് സഭയെ അതിരൂക്ഷമായി വിമർശിക്കുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഓർത്തഡോക്സ് സഭ, ഈ കോടതി വിധി പോലും അനുകൂലമായിട്ടും എന്തുകൊണ്ടാണ് ഇത്തരമൊരു നിലപാട് മാറ്റം എന്നത് ഏറെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്. കാരണം ഒരു സമവായത്തിനുള്ള, ഒരു സമാധാനത്തിനുള്ള സാധ്യത വഴി തുറക്കുന്നു. നേരത്തെ സംസ്ഥാന സർക്കാർ തന്നെ ഇടപെട്ടുകൊണ്ട് ഇരു സഭകളെയും ഒന്നിച്ചിരുത്തി ചർച്ചയ്ക്ക്, ഈ പ്രശ്ന പരിഹാരത്തിനുള്ള നീക്കങ്ങൾ നടത്തിയിരുന്നു. 2 സഭകളും ഐക്യപ്പെടാൻ വേണ്ടി, രണ്ടും യോജിച്ചു പോകാൻ വേണ്ടിയുള്ള പല ശ്രമങ്ങൾ നടത്തിയിട്ട് പോലും അന്ന് ഒരു ഘട്ടത്തിൽ പോലും ഓർത്തഡോക്സ് സഭ വഴങ്ങിയിരുന്നില്ല. കാരണം ഈ കോടതി വിധി നടപ്പാക്കണം, പള്ളികൾ പിടിച്ചെടുക്കണം എന്ന നിലപാടായിരുന്നു ഓർത്തഡോക്സ് സഭയ്ക്കെങ്കിൽ ഇപ്പോൾ ഈ നിലപാട് മാറ്റം, പ്രത്യേകിച്ചും പാത്രിയാർക്കീസ് ബാവ വരും ദിവസങ്ങളിൽ കേരളം സന്ദർശിക്കാനിരിക്കുകയാണ്. ഓർത്തഡോക്സ് സഭയുടെ, യാക്കോബായ സഭയുടെ അധ്യക്ഷനായിരുന്ന, കേരളത്തിലെ അധ്യക്ഷനായിരുന്ന ബസേലിയസ് തോമസ് പ്രഥമൻ ബാവ കാലം ചെയ്ത ശേഷം പാത്രിയാർക്കീസ് ബാവ കേരളത്തിലേക്ക് എത്തുമ്പോൾ അത് ഈ രീതിയിൽ ഓർത്തഡോക്സ് സഭ ഒരു നിലപാട് മാറ്റുന്നത്, നയം മാറ്റുന്നത് ഇരു സഭകളും തമ്മിൽ യോജിച്ചു പോകാനുള്ള വഴി തുറക്കുന്നതിൻ്റെ സൂചന തന്നെയാണ്. പ്രത്യേകിച്ചും ഈ പള്ളിത്തർക്ക കേസുകളിൽ നിരവധി പള്ളികൾ ഇപ്പോഴും കോടതി വ്യവഹാരത്തിൽ നിൽക്കുകയാണ്. യാക്കോബായ സഭയുടെ കൈവശമുള്ള, അവരുടെ ചരിത്രം ഉൾപ്പെടെ പേറുന്ന കോതമംഗലം പള്ളിയുടെ കാര്യത്തിലടക്കം കോടതിയുടെ പരിഗണനയിലാണ് കേസുള്ളത്. കോട്ടയത്തെ മണർകാട് പള്ളിയടക്കം കോടതിയുടെ പരിഗണനയിൽ നിൽക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഓർത്തഡോക്സ് സഭ ഈ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണോ ആകുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏത് രീതിയിലുള്ള വിട്ടുവീഴ്ചയാണ് ഇപ്പോൾ സർക്കാരിന്റെ നേതൃത്വത്തിലൊക്കെ നടന്നു വരുന്ന, അല്ലെങ്കിൽ ഉണ്ടായിക്കൊണ്ടിരുന്ന ഒരു സമവായത്തിനുള്ള ശ്രമത്തിൽ ഒരു ഗ്രീൻ സിഗ്നൽ കാണിക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഈ സഭാ അധ്യക്ഷന്റെ വാക്കുകൾ സൂക്ഷ്മമായി പരിശോധിച്ചാൽ തെറ്റുകളും കുറവുകളും ഉണ്ടാകും, വൈകാരിക പ്രതികരണങ്ങൾ ഉണ്ടായ കാലമുണ്ടാകാം, പക്ഷേ അതൊക്കെ മറക്കണം, അത് സമാധാനത്തിന് എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നു. രണ്ടാമത് അദ്ദേഹം പറയുന്നത് അങ്ങനെ മാത്രമേ സഭയ്ക്ക് വളരാനാകൂ എന്നതാണ്. അപ്പോൾ സഭ വളരണമെങ്കിൽ ചില വിട്ടുവീഴ്ചകൾ വേണ്ടി വരുന്നു എന്നതാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്.
ആ നിർദ്ദേശം ഓർത്തഡോക്സ് സഭയിലെ എല്ലാവരും ഉൾക്കൊള്ളുമോ? ഇതൊരു അധ്യക്ഷന്റെ മാത്രം ഒരു അഭിപ്രായം എന്ന നിലയിലാണോ, അതോ സഭയിൽ ഉരുത്തിരിഞ്ഞിരിക്കുന്ന ഒരു സമവായ നീക്കം എന്ന നിലയിലാണോ നമ്മൾ കാണേണ്ടത്? രേണുക, ബെസേലിയസ് മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ ഇന്ന് നടത്തിയത് പെരുമ്പാവൂരിലെ മലങ്കര വർഗീസ് അനുസ്മരണ ചടങ്ങിനിടെയാണ് ഇത്തരമൊരു സമാധാനത്തിന് ആഹ്വാനം ചെയ്യുന്നത്. മലങ്കര വർഗീസിന്റെ മരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ നമുക്കറിയാം. പ്രത്യേകിച്ചും ഈ സഭാ തർക്കം കൊടുമ്പിരി കൊണ്ട ഒരു കാലയളവിലുണ്ടായ അദ്ദേഹത്തിൻ്റെ മരണം അത് സഭയെ സംബന്ധിച്ചേറെ വൈകാരികമായി അവർ കാണുന്ന വിഷയമാണ്, പ്രത്യേകിച്ച് ഓർത്തഡോക്സ് സഭയെ സംബന്ധിച്ച്. പക്ഷേ ആ വേദിയിൽ വെച്ച് മലങ്കര വർഗീസിൻ്റെ അനുസ്മരണ ചടങ്ങിൽ വെച്ചാണ് ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ ഇത്തരമൊരു വിട്ടുവീഴ്ചയ്ക്ക്, അതായത് എല്ലാ കുറ്റങ്ങളും തെറ്റുകളും മറന്ന് ഐക്യത്തോടെ മുന്നോട്ട് പോകാം എന്ന് അദ്ദേഹം പറയുമ്പോൾ വിശ്വാസികളും ഓർത്തഡോക്സ് സഭയുടെ വിശ്വാസികളും അത് ഏറ്റെടുക്കുന്നു എന്ന് തന്നെയാണ് നമ്മൾ സമൂഹ മാധ്യമങ്ങളടക്കം പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് രാവിലെ അദ്ദേഹം ഇത്തരമൊരു പ്രഖ്യാപനം നടത്തുന്നു, ഒരു പ്രസ്താവന നടത്തുന്നു. പിന്നീട് ഓർത്തഡോക്സ് സഭയുടെ വിശ്വാസികളുടെ വാട്സപ്പിലടക്കം സ്റ്റാറ്റസായി ഈ പ്രസ്താവന ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അതായത് അവർ പോലും, വിശ്വാസികൾ പോലും ഈ പ്രശ്നത്തിനൊരു രമ്യമായ പരിഹാരം വേണം. കാരണം പലരുടെയും ബന്ധുക്കൾ, ഇരു വിഭാഗത്തിലുള്ളവർ തമ്മിൽ ഒരു കുടുംബത്തിൽപ്പെട്ടവരുണ്ട്. ഈ പള്ളിത്തർക്കവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ പിണങ്ങിക്കഴിയുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കറിയാം, മരണാനന്തര ചടങ്ങുകൾ പോലും, ശവസംസ്കാര ചടങ്ങുകളിൽ പോലും ഈ പള്ളിത്തർക്കം കാരണം ഈ ശവസംസ്കാര ചടങ്ങുകൾ പോലും നടത്താൻ കഴിയാത്ത രീതിയിൽ വലിയ തർക്കവും പിന്നീട് സംഘർഷവും ഒക്കെ ഉണ്ടായ സാഹചര്യങ്ങളുണ്ട്. ഏതാനും വർഷങ്ങൾക്ക് മുൻപ് വരെയും അതിരൂക്ഷമായ പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു. പക്ഷേ സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം ഈ 6 പള്ളികളുടെ കാര്യത്തിൽ വിധി പ്രഖ്യാപിച്ചപ്പോൾ, വിധി പറഞ്ഞപ്പോൾ സുപ്രീം കോടതി ഈ ശവസംസ്കാര ചടങ്ങുകളുടെ കാര്യത്തിൽ ഇപ്പോൾ നമുക്കൊപ്പം ഒരു അതിഥി കൂടി ചേരുകയാണ്. ബിഷപ്പ് കുര്യാക്കോസ് മാർ തിയോഫോലിസ് ആണ് നമുക്കൊപ്പം ചേരുന്നത്. യാക്കോബായ വിഭാഗം പ്രതിനിധിയാണ് അദ്ദേഹം. ശ്രീ ബിഷപ്പ് കുര്യാക്കോസ്, ഇവിടെ പള്ളിത്തർക്ക കേസിൽ ഓർത്തഡോക്സ് സഭ വിട്ടുവീഴ്ചയ്ക്കെന്ന സൂചനകൾ നൽകുകയാണ്. കുറ്റവും കുറവും മറക്കണമെന്ന് ഓർത്തഡോക്സ് സഭ അധ്യക്ഷൻ ബെസേലിയോസ് മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ പറയുന്നതിനെ നിങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു? യാക്കോബായ സഭയുടെ എന്നുമുള്ള നിലപാടാണ് സഭാതർക്കം പൂർണ്ണമായിട്ട് ഒരു ശാശ്വത പരിഹാരം അതിനുണ്ടാകണമെന്നുള്ളത്. അപ്പോൾ ഈ ഒരു തിരിച്ചറിവ് നല്ലതാണ്. എന്നാൽ ഇതിനകത്ത് പ്രായോഗികമായിരിക്കുന്ന ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് പ്രശ്നപരിഹാരത്തിനുള്ളതായ ഏറ്റവും അതിന് പ്രായോഗികവും ശാശ്വതവുമായ മാർഗം എന്ന് പറയുന്നത് കേസുകളെല്ലാം അവസാനിപ്പിച്ച്, പള്ളി കയ്യേറ്റങ്ങൾ അവസാനിപ്പിച്ച് 2 സഹോദരി സഭകളായി പരസ്പര സഹകരണത്തിലും സഹവർത്തിത്വത്തിലും മുന്നോട്ട് പോവുക എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ളതായ പ്രശ്നപരിഹാരവും ഇതിനുള്ളതായ ശാശ്വതമായ സമാധാനവും. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് 2 സഭാതലവന്മാര്, 2 സിംഹാസനങ്ങള്, മാർത്തോമാ ശ്ലീഹായുടെ സിംഹാസനം എന്ന് അവകാശപ്പെടുന്ന അതിലെ കോട്ടയത്തെ കാതോലിക്ക ബാവ തലവനായിരിക്കുന്ന ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയും, പരിശുദ്ധ പാത്രിയർക്കീസ് ബാവ സഭാതലവനായിരിക്കുന്ന ആഗമാന സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ ഭാഗമായ യാക്കോബായ സുറിയാനി സഭയും, ഈ 2 സഭകളായിട്ടാണ് ഈ സഭകൾ പോകുന്നത്. അതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അപ്പോ ആ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, യഥാർത്ഥ സമാധാനവും ഐക്യമെന്ന് പറയുന്ന ഐക്യരൂപ്യമല്ല അത് ഒന്നൊന്നിലേക്ക് ഇല്ലാണ്ടായി ചേരുകയോ യോജിക്കുകയല്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഒന്നുകൂടി അടിവരട്ട് പറയട്ടെ, ഇത് കേസുകൾ അവസാനിപ്പിച്ച്, പള്ളി കയ്യേറ്റങ്ങൾ അവസാനിപ്പിച്ച് 2 സഹോദരി സഭകളായി പരസ്പര സഹകരണത്തിലും സഹവർത്തിത്വത്തിലും മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഇതിനുള്ളതായ പരിഹാരം എന്ന് പറയുന്നത്. ശ്രീ ബിഷപ്പ് കുര്യാക്കോസ്, ഇവിടെ ഇപ്പോ മലങ്കര വർഗീസ് അനുസ്മരണ യോഗത്തിലാണ് ബാവയുടെ ഇങ്ങനെ ഒരു ആഹ്വാനം വന്നിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് സ്വീകാര്യമായ ഒന്നാണോ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ? അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, മലങ്കര സഭയിൽ ശാശ്വത സമാധാനം ഉണ്ടാകണമെന്നുള്ളത് എന്നും ഞങ്ങളുടെ ഇതാണ്. പക്ഷേ അവർ വിഭാവനം ചെയ്യുന്ന ഒരു സമാധാനമോ ഐക്യരൂപമല്ല അതിനകത്തുള്ളത്. മറിച്ച് ഇത് 2 സഹോദരി സഭകളായി പരസ്പരം പിരിഞ്ഞ് സഹവർത്തത്തിലും സഹകരണത്തിലും, ഇപ്പൊ കത്തോലിക്ക സഭയും മാർത്തോമാ സഭയും ഒക്കെ ഈ പിരിവ് യാക്കോബായ സഭയുമായിട്ട് പിരിഞ്ഞ ഇതാണ്. അവരൊക്കെ എത്ര സഹകരണത്തിലും സഹവർത്തത്തിലുമാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വിട്ടുവീഴ്ച നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകില്ല? എന്തോ അങ്ങനെ ഒരു വിട്ടുവീഴ്ച ഉണ്ടാകില്ല യാക്കോബായ സഭയുടെ ഭാഗത്ത്? അല്ല, വിട്ടുവീഴ്ച എന്ന് പറയുന്നതല്ല, ഇതിനകത്തുള്ള യാഥാർത്ഥ്യം എന്ന് പറയുന്നത് 2 സഹോദരി സഭകളായിട്ട് നമ്മൾ തർക്കങ്ങളും കേസുകളെല്ലാം അവസാനിപ്പിച്ച്
അദ്ദേഹം വിഭാവനം ചെയ്യുന്ന ഒരു യഥാർത്ഥമായ സമാധാനമാണെങ്കിൽ അതാണ് അതിനുള്ള ശാശ്വത സമാധാനം എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ആശയവിനിമയം സഭാ തലങ്ങളിൽ ഇതിനോടകം നടന്നിട്ടുണ്ടോ? ഇല്ല, ഒന്നും നടന്നിട്ടില്ല. ഇപ്പൊ ഈ കേസുകൾ ഇപ്പൊ കോടതിയിൽ നിൽക്കുകയല്ലേ. അപ്പൊ ഇതിനു മുമ്പ് പക്ഷെ വേറൊരു കാര്യം പറയാം. ആദരണീയനായ മുഖ്യമന്ത്രി അനേക പ്രാവശ്യം ചർച്ചകൾക്ക് രണ്ട് സഭകളിലെയും ആളുകളെ അനേക പ്രാവശ്യം വിളിച്ചു. കഴിഞ്ഞ ദിവസം പുത്തൻകുരിശിൽ തന്നെ ബാവായുടെ കബറടക്ക സമയത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വന്ന് അവിടെ പരസ്യമായിട്ട് പറഞ്ഞല്ലോ, ശ്രേഷ്ഠ ബാവാ തിരുമേനി ആ വാക്കിൽ നിന്ന് മാറിയില്ല, മറ്റു ചിലരുടെ നിസ്സഹകരണം മൂലമാണ് അതൊക്കെ പരാജയപ്പെട്ടതെന്ന് പറഞ്ഞപ്പോൾ. പക്ഷേ കോടതിയിൽ സർക്കാരിന്റെ നിലപാട് തള്ളിക്കളയുകയാണ്. ഈ കോടതി ഉത്തരവ് നടപ്പാക്കാനുള്ള സമ്മർദ്ദം സർക്കാരിന് മേൽ ഏറുന്ന സാഹചര്യമാണ്. കോടതി ഉത്തരവ് നടപ്പാക്കിയാൽ നിങ്ങളെ സംബന്ധിച്ച് വലിയ വില നൽകേണ്ടി വരുന്ന സാഹചര്യവും ഉണ്ടാകും. അപ്പോൾ കൂടുതൽ വിട്ടുവീഴ്ചയ്ക്ക് നിങ്ങൾക്കും യാക്കോബായ സഭയ്ക്കും തയ്യാറാകേണ്ടി വരില്ലേ? ഇതിന്റെ അകത്ത് ഇപ്പൊ കോടതി വിധികൾ കോടതിയിൽ 17-ാം തീയതി വീണ്ടും കേസ് വരുന്നു. ഇത് കോടതി വിധികൾ എന്ന് പറയുന്നത് ഈ സഭയെ സംബന്ധിച്ച ഒരു സഭയെ വിശ്വാസപരമായ കാര്യങ്ങളും മതപരമായ കാര്യങ്ങളും 100 വർഷമായിട്ടും ഇത് കോടതികളിൽ തീരാത്ത വിഷയമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഒരു നിയമനിർമ്മാണത്തിലൂടെ ഈ വിഷയങ്ങൾ തീർക്കാനും. അവരൊരു കുറച്ചുകൂടെ ഒരു ക്രിസ്തീയ മനോഭാവത്തില് ഈ ഓർത്തഡോക്സ് വിഭാഗം വരികയാണെങ്കിൽ ഇത് അവർക്ക് ആവശ്യത്തിന് അവരുടേതായ പള്ളികൾ ഒന്നും നമ്മൾ കയ്യേറാനായിട്ട് പോകുന്നില്ല. അവർക്ക് പള്ളികളുണ്ട്. ഇത് പൂർണ്ണമായിട്ടും 90%, 100% നമ്മുടെ ആളുകൾ മാത്രമല്ല, ഞങ്ങളുടെ പള്ളികളാണ്. 58 പള്ളികൾ മുളന്തുരുത്തിയും പിറവ് ഉൾപ്പെടെ കൊണ്ടുപോയി. അപ്പൊ അതുകൊണ്ട് ആ മനോഭാവം അവസാനിപ്പിച്ച് ഒരു ക്രിസ്തീയ കാഴ്ചപ്പാടോടുകൂടി അവര് മുന്നോട്ട് വരികയാണെങ്കിൽ ഇതിനകത്ത് ഈ വിഷയങ്ങൾ ഒരൊറ്റ ദിവസം കൊണ്ട് തീരാവുന്ന വിഷയങ്ങളേ ഉള്ളൂ. ശരി, വളരെ നന്ദി ബിഷപ്പ് കുര്യാക്കോസ് മാർ തിയോഫിലിസ് ഞങ്ങളോടൊപ്പം ഈ അവസരത്തിൽ സഹകരിച്ചതിന്. എന്തായാലും ഇപ്പോൾ സ്വീകരിക്കുന്നോ എന്ന് ചോദിക്കുമ്പോൾ തങ്ങൾ ആഗ്രഹിക്കുന്നത് സമാധാന പൂർണ്ണം ഈ പ്രശ്നം പരിഹരിക്കണം എന്നതാണ്. രണ്ട് സഹോദര സഭകളായി സഭകൾ നിലനിന്ന് പോകണം, അതിലൂടെ പ്രശ്നപരിഹാരം എന്നതാണ് തങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതിലേക്ക് എത്തുമോ എന്നൊരു സംശയം അദ്ദേഹം ഇപ്പോഴും വാക്കുകളിൽ കാണിക്കുന്നു. എന്തായാലും ഓർത്തഡോക്സ് സഭയുടെ ഭാഗത്തു നിന്ന് ഒരു സമവായത്തിലേക്ക് നീങ്ങുന്നതിന്റെ സൂചനകൾ വരുന്നു എന്നതാണ് ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. അത് കുറ്റങ്ങളും കുറവുകളും മറന്നുകൊണ്ട് ഒരു സഭ അത് ശക്തി പ്രാപിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വിട്ടുവീഴ്ചയ്ക്കുള്ള ഒരു ആഹ്വാനമാണ് നടത്തിയിരിക്കുന്നത്. ടോം കുര്യാക്കോസാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക് പോവുകയാണ്. ടീകോമിന് എന്തിന് നഷ്ടപരിഹാരം? കൊച്ചി സ്മാർട്ട് സിറ്റി പദ്ധതി ഉപേക്ഷിക്കാൻ ടീകോമിന് സർക്കാർ നഷ്ടപരിഹാരം നൽകുന്നത് സംശയങ്ങൾക്കിടയാക്കുന്നു. പദ്ധതി പൂർത്തിയാക്കാത്ത കമ്പനിയിൽ നിന്ന് സർക്കാരിന് നഷ്ടപരിഹാരം ഈടാക്കാൻ വ്യവസ്ഥയുണ്ടെന്നിരിക്കെയാണ് അങ്ങോട്ട് പണം നൽകാൻ തീരുമാനം. സർക്കാർ നീക്കത്തിൽ ദുരൂഹത ആരോപിച്ച് പ്രതിപക്ഷം രംഗത്തെത്തി. 2011 ഒപ്പിട്ട കരാർ പ്രകാരം ടീകോം കരാർ പാലിക്കുന്നില്ലെങ്കിൽ സർക്കാരിന് നഷ്ടപരിഹാരം നൽകണം. പക്ഷേ ഇന്നലത്തെ മന്ത്രിസഭാ തീരുമാനപ്രകാരം കരാറിൽ നിന്നും പിന്നോട്ട് പോവാൻ സർക്കാർ അങ്ങോട്ട് പണം നൽകും. ഇത് നിശ്ചയിക്കാനാണ് സമിതിയെ നിയോഗിച്ചത്. 13 വർഷം സംസ്ഥാനത്തിന്റെ IT സ്വപ്നങ്ങളെ പിന്നോട്ടടിച്ച കമ്പനിക്ക് എന്തിന് പണം നൽകണമെന്നതാണ് ചോദ്യം. കരാർ വ്യവസ്ഥകൾ മറികടന്ന് സർക്കാർ ഇത്തരമൊരു നീക്കം നടത്തുന്നതിൽ ദുരൂഹതയുണ്ട്. ഓരോ മൈൽ സ്റ്റോൺ അത് പിന്നിടാതിരിക്കുമ്പോൾ അത് എന്തുകൊണ്ടാണ് എന്ന് ഉത്തരവാദിത്തപ്പെട്ടവരാരാണ്? മുഖ്യമന്ത്രി അന്വേഷിച്ചു, വ്യവസായ മന്ത്രി അന്വേഷിച്ചു. കോടിക്കണക്കിന് രൂപയുടെ ഭൂമിയുണ്ട് അവിടെ. 248 ഏക്കർ ഭൂമിയാണ്. ആ ഭൂമി സ്വന്തക്കാർക്കും ഇഷ്ടക്കാർക്കും കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഗൂഢനീക്കമാണ് ഇതിന്റെ പുറകിൽ. ഭൂമി കച്ചവടമാണ്. ഒന്നാം ഘട്ട ഉദ്ഘാടനം ചെയ്തതല്ലേ 2016. ഈ 8 വർഷത്തിനിടയിൽ സ്മാർട്ട് സിറ്റിക്ക് എന്താണ് സംഭവിച്ചത്? എവിടെയെങ്കിലും ഗവൺമെന്റ് ചർച്ച ചെയ്തിട്ടുണ്ടോ? ഒരു മന്ത്രിസഭാ യോഗം കൂടി ഇതിൽ നിന്ന് പിന്മാറാനും ടീകോമിന് നഷ്ടപരിഹാരം കൊടുക്കാനുള്ള തീരുമാനം എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി ജനങ്ങളോട് പറയണം. ലാൻഡ് വാല്യൂ ഏറെയുള്ള 246 ഏക്കർ ഭൂമി ഒഴിപ്പിച്ചെടുക്കാൻ സർക്കാർ ചില വിട്ടുവീഴ്ചയ്ക്ക് വഴങ്ങുകയാണെന്ന് വാദിക്കാം. പക്ഷേ ഇത് എന്തിനു വേണ്ടി, ആർക്കുവേണ്ടി? സ്മാർട്ട് സിറ്റി ഭൂമിയിൽ ഇനി സർക്കാർ ലക്ഷ്യമിടുന്നത് എന്ത്? വ്യക്തത വരുത്തേണ്ടത് സംസ്ഥാന സർക്കാർ തന്നെയാണ്. ടീകോമിനെ ഒഴിവാക്കി പദ്ധതിയുമായി മുന്നോട്ടു പോകുമെന്നാണ് സർക്കാർ വാദം.
100 കമ്പനികൾ പദ്ധതിക്കായി കാത്തുനിൽക്കുന്നുവെന്ന് വ്യവസായ മന്ത്രി പറയുന്നു. സർക്കാർ മേൽനോട്ടത്തിൽ തന്നെ ഭൂമി ഉപയോഗിക്കുമെന്നാണ് സർക്കാർ വ്യക്തമാക്കുന്നത്. കാക്കനാട് ഇൻഫോ പാർക്കിനോട് ചേർന്ന് IT ടൗൺഷിപ്പായിരുന്നു 2011 കരാർ ഒപ്പിട്ട പദ്ധതിയുടെ ലക്ഷ്യം. പദ്ധതിയിൽ കാര്യമായ ശ്രദ്ധ പുലർത്താത്തതിനാൽ പിന്മാറ്റം സംബന്ധിച്ച് ടീകോമുമായി സർക്കാർ തലത്തിൽ പലവട്ടം ചർച്ച നടന്നിരുന്നു. പരസ്പര ധാരണയോടെയുള്ള പിന്മാറ്റത്തിനാണ് സർക്കാരിന്റെ നീക്കം. ഇങ്ങനെ നീങ്ങിയില്ലെങ്കിൽ ടീകോം നിയമനീക്കങ്ങൾക്കൊരുങ്ങുമോ എന്നതും വെല്ലുവിളിയാണ്. 2009 ആലോചനകൾ ആരംഭിക്കുമ്പോഴുള്ള അവസ്ഥയല്ല കാക്കനാട്ടെ ഭൂമിയുടേത്. ലാൻഡ് വാല്യൂ ഏറെ ഉയർന്ന ഭൂമി എങ്ങനെയും തിരികെ പിടിക്കണമെന്ന ചിന്തയാണ് ഇപ്പോഴത്തെ നീക്കങ്ങൾക്ക് പിന്നിലെന്ന് സർക്കാർ കേന്ദ്രങ്ങൾ വാദിക്കുന്നു. പക്ഷേ ടീകോമിനെ ഒഴിവാക്കി പുതിയതായി ആർക്ക് പരവതാനി വിരിക്കാനാണ് സർക്കാരിന്റെ നീക്കമെന്നതാണ് ചോദ്യം. സ്മാർട്ട് സിറ്റി വീണ്ടും വിവാദകാലമാകുമെന്ന് ഉറപ്പ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. കോഴിക്കോട് എലത്തൂരിൽ ഡീസൽ ചോർച്ചയുണ്ടായ സംഭവത്തിൽ ഇപ്പോൾ കളക്ടർ യോഗത്തിന് ശേഷം മാധ്യമങ്ങളെ കാണുന്നു. 2-3 കാര്യങ്ങൾ നമുക്ക് ഓൾറെഡി പ്രൊസീജിയർ പോലെയാണ്. നമുക്ക് ആക്സിഡന്റ് ആണോ, ആക്സിഡന്റ് ഇപ്പോഴുള്ള അവസ്ഥയിൽ നമുക്ക് പറയുമ്പോൾ ഇറ്റ് ഇസ് ആക്സിഡന്റ്, ഇറ്റ് ഇസ് മെക്കാനിക്കൽ ആൻഡ് ഇലക്ട്രോണിക് ഫെയിലിയർ ഓഫ് ദ ഡിവൈസ്. ആ ഡിവൈസിന്റെ ഫെയിലിയർ ആയതുകൊണ്ട് അതിന്റെ കുറച്ച് അസസ്മെന്റ് ടെസ്റ്റിംഗ് ചെയ്യേണ്ടി വരും. ഈ ഏത് ഡിവൈസ് ആണ്, കാരണം അത് വളരെ സീരിയസ് ഇഷ്യൂ ആണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ്. കാരണം ഈ ഇപ്പോൾ നമുക്ക് നോക്കുന്നുണ്ട് പൊല്യൂഷനിന്റെ ആംഗിൾ നമുക്ക് നോക്കുന്നുണ്ട്. പക്ഷെ പൊല്യൂഷൻ അല്ലാതെ ഇത് സേഫ്റ്റി ഹസാർഡ് ആണ്. ഈ സേഫ്റ്റി ഹസാർഡിന്റെ ഒരുപാട് നമുക്കൊരു നിയമമുണ്ട് ഫാക്ടറീസ് ആക്ടിൽ തന്നെ. ആ നിയമം നോക്കിയിട്ട് എക്സാക്ട്ലി എവിടെയാണ് ഫെയിലിയർ, എത്ര ഫെയിലിയർ ആണ് നമുക്ക് അറിയാൻ പറ്റും. ആൻഡ് ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെ കോർപ്പറേഷൻ, ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഡെപ്യൂട്ടി കളക്ടർ, ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് ആക്ടിന്റെ ഉദ്യോഗസ്ഥനും പിന്നെ ഫയർഫോഴ്സും PCB അത് സ്ഥലം പരിശോധിച്ചിട്ട് അവർക്ക് സൈഡിൽ എന്താണ് വയലേഷൻസ്, അവർക്ക് സൈഡിൽ എന്താണ് പ്രശ്നം, അതെല്ലാം നോക്കിയിട്ട് ഒരു റിപ്പോർട്ട് എനിക്ക് തരുന്നുണ്ട്. ഓൾറെഡി ദേ ആർ ഗിവിംഗ് ഇറ്റ്. നമുക്ക് നോക്കിയിട്ട് ഈ ഡാമേജ് വളരെ ഒരു എക്സ്റ്റെൻസീവ് ആയി പോയി. ഓൾറെഡി വെള്ളത്തിൽ, ഒരു പുഴയിലെ, തോടിലെ എല്ലാം തന്നെ ഒരു പൊല്യൂഷൻ ഓൾറെഡി നമുക്ക് വിസിബിൾ ആണ്. ഈ പൊല്യൂഷനിന്റെ റെക്ടിഫിക്കേഷനും ഈ പൊല്യൂഷനിന്റെ കൺട്രോളും ഒരു ടെക്നിക്കൽ കാര്യങ്ങളുണ്ട്. ഓയിൽ ഡിസ്പേഴ്സൻ പോലെ ഒരു കെമിക്കൽ ഉണ്ട്. അത് കെമിക്കൽ യൂസ് ചെയ്തിട്ട് ആ ഓയിൽ മാറ്റാൻ പറ്റും. അത് ഒരു അക്സെപ്റ്റഡ് പ്രൊവിഷൻ ആണ്. അതൊരു ഏത് ഓയിൽ പൊല്യൂഷൻ ആണെങ്കിൽ, വെള്ളത്തിൽ ഓയിൽ പൊല്യൂഷൻ ആണെങ്കിൽ അത് നമുക്ക് ചെയ്യുന്നുണ്ട്. അത് അവർ ഓൾറെഡി നടപടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് SPCL. ആൻഡ് ദേ ഹാവ് ടു ക്ലീൻ ദ എൻറ്റയർ വാട്ടേഴ്സ്. അതൊന്നും സംശയമില്ല, ഒരു ഡൗട്ടും ഇല്ല ഈ കാര്യത്തിൽ. അവർക്ക് എല്ലാ വാട്ടർ ബോഡീസ് ക്ലീൻ ചെയ്യണം. വാട്ടർ ബോഡീസിലെ പൊല്യൂഷൻ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. കാരണം ആ ഡീസൽ വളരെ ഫാസ്റ്റ് ആയിട്ട് പോകുന്നുണ്ട്. ഒരു സ്ഥലത്തിൽ നമുക്ക് അങ്ങനെ സ്റ്റോർ ചെയ്യാൻ പറ്റത്തില്ല. ഈ വെള്ളത്തിലാണെങ്കിൽ ഇറ്റ് ഗോസ് വെരി ഫാസ്റ്റ്. അതുകൊണ്ട് ഇപ്പോൾ ഓൾറെഡി റിവറിലേക്ക് പോയി അവിടെ തൊഴിലാളിയുണ്ട്, മത്സ്യത്തൊഴിലാളിയുണ്ട്, അവർക്ക് ഒരു ഇമ്പാക്ട് വരും. അതിന്റെ ഒരു വേറെ നടപടി നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് പറയാം. പക്ഷേ ഇമ്മീഡിയറ്റ് ആയിട്ട് വെള്ളത്തിൽ എല്ലാ പൊല്യൂഷൻ ഈ ഓയിൽ ഡിസ്പേഴ്സൻ കെമിക്കൽ യൂസ് ചെയ്തിട്ട് അവർക്ക് ക്ലീൻ ചെയ്യേണ്ടി വരും. അതിന്റെ നടപടി ഇന്നേ രാത്രി അല്ലെങ്കിൽ നാളെ രാവിലെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ കെമിക്കൽ ഇവിടെ ഇല്ല, അവർ മുംബൈയിലെ അവരെ സോഴ്സ് ചെയ്യുന്നുണ്ട്. അവരെ ഇവിടെ ഓൾമോസ്റ്റ് ഐ തിങ്ക് ഇറ്റ് ഇസ് ഓൺ ദ വേ. അത് ഇന്ന് രാത്രി കിട്ടുമ്പോൾ ഇന്ന് രാത്രി തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ രണ്ടാമത്തെ ഇഷ്യൂ ആണ് ഈ സോയിലിന്റെ ഒരു പൊല്യൂഷൻ വരും. കാരണം ഈ ഓയിൽ, ഈ ഡീസൽ ഈ സോയിലിൽ പെർക്കുലേറ്റ് ചെയ്യണമെങ്കിൽ അത് കുറച്ചൊരു ഇമ്പാക്ട് വരും. അതിന്റെ വിസിബിൾ സ്ഥലത്തിൽ അവർ സെൽഫായിട്ട് ആ ഡീസൽ സക്ക് ചെയ്യണം. അത് മണ്ണ് മാറ്റിയിട്ട് ക്ലീൻ ചെയ്തിട്ട് അത് റിമൂവ് ചെയ്യേണ്ടി വരും. ദർ ഇസ് നോ അതർ ഓപ്ഷൻ. കാരണം അത് സോയിൽ പൊല്യൂഷൻ ആണ്. ഈ സോയിൽ പൊല്യൂഷനിൽ നമുക്ക് ദർ ഇസ് നോ അതർ ഓപ്ഷൻ. കാരണം അത് പെർക്കുലേഷൻ ആണെങ്കിൽ, മഴ ആണെങ്കിൽ അത് പുറത്തിലേ വരും. And then only it can be removed. Till the time ഇവിടെ കാണിക്കുമ്പോൾ if you are able to see that soil patch, ആ soil patch നമുക്ക് immediate ആയിട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടി അതിന്റെ നടപടി പ്രൊസീജിയർ അവർ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. SPCL അവർ നോക്കുന്നുണ്ട്. ഇത് എൻവയറൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ടും പിന്നെ ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് ഫാക്ടറീസ് ആക്ടിന്റെ പ്രൊവിഷൻസ് ഇതിൽ അട്രാക്ട് ആവും. എൻവയറൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ടിലെ ഒരുപാട് ക്ലോസസ് ഉണ്ട്. ആൻഡ് ദിസ് ഈസ് എൻ ആക്സിഡന്റ് ആസ് പെർ നൗ. ആൻഡ് ഇതിന്റെ PCB ആയിട്ട് നമുക്ക് റിപ്പോർട്ട് ഇപ്പോൾ അവർ സാമ്പിൾ കളക്ട് ചെയ്യുന്നുണ്ട്. വെള്ളത്തിൽ സാമ്പിൾ, സോയിൽ സാമ്പിൾ അവർ കളക്ട് ചെയ്തിട്ട് അവർക്ക് എക്സാക്ട് ആയിട്ട് അറിയാം എത്ര പൊല്യൂഷൻ ആണ്, എവിടെയാണ് പൊല്യൂഷൻ, ആൻഡ് അതിന്റെ കമ്പൻസേഷൻ എത്ര ആണ് അത് നമുക്ക് PCB ആയിട്ട് സംസാരിച്ചിട്ട് അറിയാൻ പറ്റും. ഈ മോണിറ്ററി ഫൈൻ ആണോ, ലീഗൽ ഫൈൻ ആണോ, ടെക്നിക്കൽ ഫൈൻ ആണോ, എല്ലാ കാര്യങ്ങളും നമുക്ക്
different agencies ഉണ്ട്. കാരണം ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് ആക്ടിലെ ഫാക്ടറീസ് ആക്ട് അനുസരിച്ചുണ്ട്, PCB എൻവയറൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ടിൽ തന്നെ ഉണ്ട്, പെസോ ഉണ്ട് ഇൻവോൾവ്, പെട്രോളിയം ആൻഡ് എക്സ്പ്ലോസീവ് സേഫ്റ്റി ഓർഗനൈസേഷൻ അവർ ഇൻവോൾവ് ആണ്. സോ എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെ കുറച്ചൊരു ക്ലിയർ റോൾസ് ഉണ്ട്. ആസ് ഐ സെഡ്, ഇറ്റ് ഈസ് അപ്പിയറിംഗ് ടു ബി എൻ ആക്സിഡന്റ് ആസ് ഓഫ് നൗ. അതുകൊണ്ട് നമുക്കിപ്പോ നമ്മുടെ ഇനീഷ്യൽ നമ്മുടെ നടപടി എന്താണ്, നമുക്കിപ്പോ പൊല്യൂഷൻ ഇമ്മീഡിയറ്റ് ആയിട്ട് റിമൂവ് ചെയ്യണം ആൻഡ് ടു മേക്ക് ഷുവർ ദാറ്റ് ആ വെള്ളം ക്ലിയർ ആക്കണം, പൊല്യൂഷൻ ഫ്രീ ആക്കണം, ആ സോയിൽ ക്ലിയർ ആക്കണം. കാരണം നമുക്കൊരു ഈ ഇപ്പം പൊല്യൂഷൻ മാത്രമാണ്, ഞാൻ ആദ്യമായിട്ട് പറഞ്ഞു, ഇത് പൊല്യൂഷൻ മാത്രം ഇപ്പോൾ നമുക്ക് നോക്കുന്നുണ്ട്. പക്ഷേ ഇത് വളരെ സീരിയസ് ഹസാർഡിലേക്ക് പോവാൻ പോസിബിലിറ്റി ഉണ്ടായിരുന്നു. ആൻഡ് വി ഹാവ് ബിൻ ഫെയർലി ലക്കി ദാറ്റ് ദിസ് വാസ് നോട്ട് എസ്കലേറ്റഡ്. ഫയർ ഡിപ്പാർട്ട്മെന്റും ഇതിൽ ഇൻവോൾവ് ആണ്. അത് ഫുൾ ടൈം അവർക്ക് അറിയാം, ഫയർ ഡിപ്പാർട്ട്മെന്റ് അറിയാം. പിന്നെ HPCL സെൽഫായിട്ട് ഫയർ കൺട്രോൾ സിസ്റ്റംസ് ഉണ്ട്. We are trying to as quickly as possible to resolve this pollution issue. And ഇത് എനിക്ക് ഇപ്പോൾ ഇൻഫർമേഷൻ കിട്ടുന്ന അനുസരിച്ച് ഇപ്പോൾ അവിടെ ലോക്കലിന്റെ മീനിന്റെ കുറച്ച് പ്രശ്നം വന്നു തുടങ്ങി. ആൻഡ് ഈ കുഴപ്പുഴ റിവറിന്റെ ബീച്ച് സൈഡിലേക്ക് ഇപ്പോൾ ഓൾറെഡി ഈ ഡീസൽ വന്നു. സോ അത് വളരെ സീരിയസ് ഇഷ്യൂ ആണ്. വി ആർ ട്രൈങ് ടു ആസ് ക്വിക്ലി ആസ് പോസിബിൾ റെക്ടിഫൈ ദിസ് തിങ്. ആൻഡ് HPCL നമുക്കൊരു ഏത് ഫൈൻ ആണെങ്കിൽ കമ്പൻസേഷൻ ആണെങ്കിൽ നമുക്ക് അതിന്റെ ഡിസിഷൻ PCB ആയിട്ട് അല്ലെങ്കിൽ ഫാക്ടറീസ് ആക്ടിൽ ഓൾറെഡി നടപടി അവരെ സ്വീകരിച്ചു. ഫാക്ടറീസ് ആക്ടിൽ അവരെ കേസ് ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട്. ഫാക്ടറീസ് ആക്ടിൽ തന്നെ PCB ഇപ്പോൾ അവരെ സാമ്പിൾ ചെയ്തിട്ട് ശേഷം അവരുടെ കേസ് ഏത് നടപടിയാണ് അവർക്ക് സൈഡിൽ അക്സെപ്റ്റ് ചെയ്യാം. ആൻഡ് നമ്മുടെ സൈഡിലെ മൈ ഓൺലി സജഷൻ ഇസ് ഫ്രോം ആർ സൈഡ് ടു ഫ്രോം ദി ഡിസാസ്റ്റർ മാനേജ്മെന്റ് സൈഡ്, ഈ എല്ലാ നടപടി നമുക്കൊരു പ്രോപ്പർ പബ്ലിക്കിനെ എൻഗേജ് ചെയ്തിട്ട് ചെയ്യേണ്ടി വരും. കാരണം അവർക്ക് ഒരു ഭയമായിട്ട് ഒരു ആശങ്ക ഉണ്ട്. കാരണം ഇത് എങ്ങനെ ഇതിൽ ഫെയിലിയർ ആയി, ഇത് HPCLന്റെ ഫെയിലിയർ വളരെ സീരിയസ് ആയിട്ട് നമുക്ക് നോക്കുന്നുണ്ട്. ആൻഡ് ഇതിന്റെ റിപ്പോർട്ട് ഞാൻ ഗവൺമെന്റിലേക്ക് അയക്കാം. ആൻഡ് ഗവൺമെന്റ് ഇഫ് റിക്വയർഡ് ക്യാൻ ടേക്ക് ഇറ്റ് അപ്പ് ടു ദ നെസസറി ഡിപ്പാർട്ട്മെന്റ്സ്. കാരണം അത് ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സ് ഇൻവോൾവ് ആണ് ഈ ആക്സിഡന്റിലെ. ഇതാണ് ഇപ്പോൾ ഉള്ള അവസ്ഥ. ആൻഡ് ഞാൻ എക്സ്പെക്ട് ചെയ്തു ഒരു നാളെ തന്നെ മാക്സിമം ആയിട്ട് വെള്ളത്തിൽ പൊല്യൂഷൻ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. പാരലലായിട്ട് അവർ ഈ മിസ്റ്റേക്ക് നമുക്ക് തിരിച്ച് റിപ്പീറ്റ് ചെയ്യേണ്ടതൊക്കെ ആണെങ്കിൽ ഈ ഡിപ്പോയിൽ അകത്തിൽ കുറച്ചൊരു കൺസ്ട്രക്ഷൻ ഉണ്ടാവും, ഒരു ടാങ്ക് കൺസ്ട്രക്ഷൻ ഉണ്ടാവും, ഒരു സിമെന്റ് ഉണ്ടാവും, സോ ദാറ്റ് ഇറ്റ് ഡസ് നോട്ട് പെർക്കുലേറ്റ്. ഏത് ലീക്ക് ആണെങ്കിൽ ആ ഡീസൽ പ്രോപ്പർ ഫ്ലോയിലേക്ക് വരണം. ഇതാണ് ഇപ്പോൾ ഉള്ള അവസ്ഥ. ഫെയിലിയർ ആണ് അത്. അല്ല, സോ അത് അവർ പറഞ്ഞത് ഈ റുട്ടീൻ എക്സസൈസ് ആണ്. ഈ ഓവർഗ്രൗണ്ട് ടാങ്കിൽ അണ്ടർഗ്രൗണ്ട് ടാങ്കിൽ സ്റ്റോറേജ് അത് ഒരു എല്ലാ 2-3 ഡേയ്സിലേക്ക് അവർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ സ്പെസിഫിക് കാര്യത്തിൽ ഫെയിലിയർ റാൻഡം ആയിട്ട് വന്നു. ആൻഡ് നമുക്ക് ഒരുപാട് ടെസ്റ്റിംഗ് ഉണ്ട്, മോക്ക് ഡ്രിൽസ് ഉണ്ട്. ഈ ഗേജിന്റെ ടെസ്റ്റിംഗ് ഐ തിങ്ക് ആസ് പെർ നൗ എന്റെ അണ്ടർസ്റ്റാൻഡിംഗ് അനുസരിച്ച് റൂൾസിലെ അല്ല, നോർമൽ റുട്ടീൻസ് റൂൾസ്. പക്ഷേ അതെനിക്ക് അവരുടെ റെസ്പോൺസിബിലിറ്റി ആണ്. ദർ ഇസ് നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. അവർ റെസ്പോൺസിബിൾ ആണ്. കാരണം ഇത് ഫെയിലിയർ ആണെങ്കിൽ, ഏത് ഇലക്ട്രോണിക് മെക്കാനിക്കൽ ഫെയിലിയർ ആണെങ്കിൽ അവർക്ക് ഫിസിക്കലായിട്ട് കാണിക്കാൻ പറ്റും. അത് ഇമ്മീഡിയറ്റ് ആയിട്ട് മേ ബി എപ്പോൾ അവരെ പറഞ്ഞു 1500 liters ഡീസൽ ലോസ് ആയി. റഫ് കാൽക്കുലേഷൻ ആണ്, എക്സാക്ട് കാൽക്കുലേഷൻ അല്ല, പക്ഷേ റഫ്ലി 1500 HPCL ഡീസൽ ചോർച്ച എലത്തൂരിലുണ്ടായതിൽ കാരണം മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ തകരാറെന്നാണ് ഇപ്പോൾ കളക്ടർ പറയുന്നത്. സാങ്കേതിക തകരാറാണ് ഇതിലേക്ക് നയിച്ചത്. മറ്റു രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതിരുന്നത് ഭാഗ്യം കൊണ്ടാണ് എന്നത് അദ്ദേഹം സൂചിപ്പിക്കുന്നു. എന്തായാലും ഇപ്പോൾ പൊല്യൂഷന്റെ കാര്യത്തിലുള്ള നടപടികൾ എടുക്കുന്നു. വിശദമായ പരിശോധന എങ്ങനെ ഇതുണ്ടായി, സുരക്ഷാ ഇഷ്യൂ തുടങ്ങിയ കാര്യങ്ങളിൽ ഉണ്ടാകും എന്നും കളക്ടർ സൂചിപ്പിക്കുകയാണ്. ശരണമന്ത്രമുഖരിതം സന്നിധാനം. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മിൽമ ഗീ. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. ഈ മണ്ഡലകാലത്ത് ശബരിമലയിലെത്തിയ തീർത്ഥാടകരുടെ എണ്ണം 15 ലക്ഷം കടന്നു. നട തുറന്ന് 21ാം ദിവസമാണ് 15 ലക്ഷം തീർത്ഥാടകർ സന്നിധാനത്തെത്തുന്നത്. ഇത് ചരിത്രത്തിലാദ്യമാണ്. കഴിഞ്ഞ വർഷം ഡിസംബർ 4 വരെ എത്തിയത് 10,04,607 തീർത്ഥാടകരാണ്. ഇന്നലെ വരെ 14,62,864 തീർത്ഥാടകർ എത്തി. 4,58,257 പേരുടെ വർധനവ് ഇന്നലെ വരെ ഉണ്ടായി. ഇന്ന് 11 മണിയോടെയാണ് തീർത്ഥാടകരുടെ എണ്ണം 15 ലക്ഷം കടന്നത്. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിച്ചത് മിൽമ ഗീ. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ.
കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 7,130 രൂപ, പവന് 57,040 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 5,895 രൂപ, പവന് 47,160 രൂപ. വെള്ളി ഗ്രാമിന് 99 രൂപ, കിലോയ്ക്ക് 99,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.